കാതില്ലെങ്കിലും എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതൊന്നുണ്ടു സ്വർഗത്തിൽ. ചെമ്മയായി തുറന്ന കാതൊന്നുണ്ടു സ്വർഗത്തിൽ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈകളുണ്ട് സ്വർഗത്തിൽ. ക്ഷീണിക്കാത്തൊന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. മങ്ങിടാത്ത ുണ്ട് സ്വർഗത്തിൽ. ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃഭൃത്യൻ കുടുംബം, ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങളേവർക്കും ക്രിസ്തീയ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഈ ആരാധനാലയത്തിൽ ദൈവവചനവുമായി എഴുന്നേറ്റ് നിൽപ്പാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിനും അതിന് മുഖാന്തരമായി തീർന്ന കർത്തൃഭൃത്യനും സഭയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. യഹോവയായ ദൈവം മനുഷ്യനു വേണ്ടി നിർമ്മിച്ച തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ മനഃപൂർവ്വം ഇറക്കിക്കളയുമോ? ഒരു ദിവസമെങ്കിലും, അതല്ല ഒരു മണിക്കൂറെങ്കിലും ആ തോട്ടത്തിൽ ജീവിച്ച് ദൈവം വെച്ചിരിക്കുന്ന എല്ലാ സോഴ്സസും ഉപയോഗിച്ചൊരു വ്യക്തിക്ക് ആ തോട്ടത്തിൽ നിന്ന് സ്വയമേ ഇറങ്ങിപ്പോകാൻ മനസ്സനുവദിക്കത്തില്ല. പിന്നെ ദൈവമായിട്ട് വന്ന്, തോട്ടത്തിലെ യജമാനനായിട്ട് വന്ന് മനഃപൂർവമായി നമ്മെ തോട്ടത്തിൽ നിന്ന് ഇറക്കി കളയേണ്ടിയ ഒരു സാഹചര്യത്തെ തോട്ടത്തിൽ ജീവിക്കും കാലയളവിൽ നാം സൃഷ്ടിക്കുന്നുണ്ടോ? അങ്ങനെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ വെയിലാറുന്ന സമയത്തെ നാം പേടിക്കണം. വെയിലാറുന്ന സമയത്തെ നാം കുറച്ചുകൂടെ ജാഗ്രതയോടെ കാണണം. ഇന്ന് ഈ ഭാഗം നാം ധ്യാനിക്കുമ്പം സഭ ദൈവത്തിൻ്റെ തോട്ടമാണെന്നും ഇതിൻ്റെ നാഥൻ സർവശക്തനായ ദൈവമാണെന്നും വെയിലാറുമ്പോൾ കണക്ക് ചോദിക്കേണ്ടതിന് തോട്ടത്തിലെ യജമാനൻ തോട്ടത്തിൽ വരുമെന്നും നമ്മുടെ മനസ്സിലിരിക്കണം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യന് ഒരു കൂട്ടാളിയെ നൽകുന്നതിന് മുൻപ്, ആ മനുഷ്യന് ഒരു കുടുംബം രൂപീകൃതമായി നൽകുന്നതിന് മുൻപ് യഹോവയായ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും നല്ല ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏദൻ തോട്ടം. ഈ തോട്ടത്തെ മനോഹരമാക്കുന്നത് വൃക്ഷങ്ങളുടെ ഭംഗിയോ, അപ്പോൾ തന്നെ വൃക്ഷങ്ങൾക്ക് ഭംഗിയുണ്ട്. ഫലങ്ങളുടെ രുചിയോ അല്ല, അപ്പോൾ തന്നെ ഫലങ്ങൾക്ക് രുചിയുമുണ്ട്. എന്തുദ്ദേശത്തിനായി ദൈവം ഈ തോട്ടത്തെ സ്ഥാപിച്ചോ ആ ദൈവോദ്ദേശമാണ് ഈ തോട്ടത്തെ മനോഹരമാക്കിയത്. ദൈവം ഇറങ്ങി വരുമ്പം, തോട്ടത്തിലെ യജമാനൻ ഈ തോട്ടത്തിൽ ഉലാവാൻ ഇറങ്ങി വരുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തോടൊപ്പം നടക്കാനും ദൈവത്തോടൊത്ത് സംസാരിക്കാനും ദൈവത്തോട് ബന്ധം പുലർത്താനും ഈ തോട്ടത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഈ മനുഷ്യനെ കിട്ടണം. അതിനാണ് ദൈവം തോട്ടം സ്ഥാപിച്ചത്. ഇനിയും യഹോവയായ ദൈവം
മനുഷ്യനെ ഏദൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഏദൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നാം ഇങ്ങനെ ചിന്തിക്കുന്നു, ആദമിന് എന്ത് ക്രമീകരണമാണോ തോട്ടത്തിൽ വേണ്ടിയിരുന്നത്, ആദമിനെ ഇന്നു മുതൽ തോട്ടത്തിൽ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ ആ തോട്ടത്തിൽ ആദമിന് ജീവിക്കാൻ എന്ത് ക്രമീകരണമാണോ വേണ്ടത്, ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ആദമിനോട് ചോദിച്ചിട്ടല്ല, ആദമേ നീ പറ, തോട്ടത്തിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് എന്ത് ക്രമീകരണമാണ് ആ തോട്ടത്തിൽ വേണ്ടത്, അത് ആദമിനോട് ചോദിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ ക്രമീകരണങ്ങൾ ഏദൻ തോട്ടത്തിൽ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ആദമിനെ ദൈവം അവിടെ ആക്കുന്നത്. അപ്പൊ ദൈവം നമ്മെ ഒരിടത്ത് ഉറപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ ഒരിടത്ത് പറിച്ചു നടുമ്പോൾ നമ്മോട് അനുവാദം ചോദിച്ചിട്ടല്ല ദൈവം അവിടെ ക്രമീകരണം ഒരുക്കുന്നത്. നമ്മോട് ചോദിക്കാത്ത ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ദൈവം നമ്മെ ഒരിടത്ത് ഉറപ്പിക്കുന്നത്. ഇനി എന്ത് ക്രമീകരണമാണ് ആദമിനു വേണ്ടി ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചത് എന്ന് വചനത്തിലുണ്ട്. കാണാൻ ഭംഗിയുള്ളതും, അപ്പം കാണാൻ ഭംഗിയുണ്ട്, തിന്മാൻ നല്ല ഫലമുള്ളതുമായ വൃക്ഷം, അപ്പം തിന്നാൻ നല്ല ഫലമുണ്ട്, രുചികരമായ ഫലം. തോട്ടത്തിൻ്റെ നടുക്ക് ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. അപ്പം തോട്ടത്തിൽ ഭംഗിയുള്ള രുചിയുള്ള ഫലമുണ്ട്. തോട്ടത്തിൻ്റെ നടുക്ക്, അവിടെ നമ്മളൊന്ന് ഇൻവെർട്ടർ കോമ ഇടണം, ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവുമുണ്ട്. അതിനർത്ഥം ദൈവം തോട്ടത്തിൽ വ്യവസ്ഥ വയ്ക്കാൻ പോകുന്ന വൃക്ഷത്തിൻ്റെ, ദൈവം തോട്ടത്തിൽ പ്രമാണം വയ്ക്കാൻ പോകുന്ന വൃക്ഷത്തിൻ്റെ സ്ഥാനം തോട്ടത്തിൽ ഏതു ഭാഗത്താണെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞു. അത് തോട്ടത്തിൻ്റെ നടുക്ക്. അതിനർത്ഥം തോട്ടത്തിൽ ഏതു ഭാഗത്ത് നിന്ന് ആദം നോക്കിയാലും ആ വൃക്ഷം കാണാൻ പറ്റുമെന്നല്ലേ? നമ്മുടെ മനസ്സിൽ നിന്ന് സഭ ദൈവത്തിൻ്റെ തോട്ടമാണെന്ന് പറയരുത്. അതിനർത്ഥം ഏതു ഭാഗത്ത് ആദം നിന്നാലും ദൈവം പ്രമാണം വെച്ചിരിക്കുന്ന വൃക്ഷം തോട്ടത്തിൽ ഏതു ഭാഗത്താണെന്ന് ആദമിന് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലേ? അതിനർത്ഥം എപ്പോഴെങ്കിലും തെറ്റിപ്പോയിട്ട്, എപ്പോഴെങ്കിലും ദൈവം പറഞ്ഞ വാക്കിനെ വില കൽപ്പിക്കാതെ പോയിട്ട്, എപ്പോഴെങ്കിലും ന്യായവിധിക്കും തെറ്റിനും അപകപ്പെട്ടു പോകുമ്പോൾ, അന്ന് ഞാൻ കേട്ടില്ലായിരുന്നു, അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് പിന്നെ ഒരു ന്യായീകരണം പറയാതിരിക്കാനാണ് ദൈവസ്ഥാനം മുൻകൂട്ടി പറഞ്ഞത്. സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നമ്മെ ആക്കി വെച്ചപ്പോൾ ഈ തോട്ടത്തിലെ സുഗമമായ വാസത്തിനുള്ള വ്യവസ്ഥ വ്യക്തമായി നമ്മോട് പറഞ്ഞിരിക്കുന്നു. അത് ഏത് നിലവാരത്തിൽ നാം ജീവിക്കുമ്പോഴും, ഏത് തലത്തിൽ നാം ആരാധിക്കുമ്പോഴും, ഏത് നിലയിൽ നാം പാട്ടുപാടി ദൈവത്തെ പുകഴ്ത്തുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞ് നിൽക്കണം ദൈവം പറഞ്ഞ വ്യവസ്ഥ എന്താണെന്ന്. സ്തോത്രം. ഇനിയും തോട്ടത്തിൽ ആദമിനെ കൊണ്ടുചെന്നാക്കിയിട്ട് ദൈവം ആദമിനോട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നീ വേല ചെയ്യണം. ശാഖകളായി പിരിഞ്ഞ നദികൾ തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ ഈ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികൾ തോട്ടത്തിലുള്ള വൃക്ഷങ്ങളെയെല്ലാം നനയ്ക്കും, അതിന് തളിർപ്പ് നൽകും. അതിനർത്ഥം സഭയാകുന്ന തോട്ടത്തിനകത്തുള്ള ഒഴുകുന്ന ആത്മീയ നദിയിൽ നിന്ന് ഒഴുകി ഈ ജലം ചെല്ലുന്നിടത്തെല്ലാം വാടിപ്പോയതിനെയും ഉണങ്ങിപ്പോയതിനെയും പുതിയ തളിർപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന നദിയാണ് ഈ തോട്ടത്തിനകത്ത് ഒഴുകേണ്ടത്. ഇനിയും ആദമിനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുചെന്നാക്കി, എന്നിട്ട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നീ വേല ചെയ്തോണം, എന്നിട്ട് ഈ തോട്ടം നീ കാത്തു സൂക്ഷിച്ചോണം. ഈ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീയാണ് ഈ തോട്ടത്തിൽ ജീവിക്കാൻ പോകുന്നത്, നീയാണ് ഈ തോട്ടത്തിലെ ഫലങ്ങൾ ഭക്ഷിക്കാൻ പോകുന്നത്, നീയാണ് ഈ തോട്ടത്തിൽ വചനം കേൾക്കുന്നത്, നീയാണ് ഈ തോട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്, നീയാണ് ഈ തോട്ടത്തിൽ സാക്ഷ്യം പറയുന്നത്.
അതുകൊണ്ട് നിന്റെ പ്രവൃത്തിയാൽ ഇന്ന് കാണുന്ന ഭംഗിക്ക് മങ്ങലുണ്ടാകരുത്. അതിനർത്ഥം നീ നിന്നെ തന്നെ സൂക്ഷിച്ചോണം. ഈ തോട്ടത്തിൽ നീ നിന്നെ തന്നെ സൂക്ഷിച്ചാലേ നിന്നെ ദൈവം പരമേൽപ്പിച്ചതിനെ നിനക്ക് സൂക്ഷിക്കാൻ പറ്റൂ. അപ്പം നീ നിന്നെ തന്നെ സൂക്ഷിച്ചോണം. നിന്റെ പ്രവൃത്തിയാൽ ഇന്ന് കാണുന്ന തോട്ടത്തിലെ ഭംഗിക്ക് മങ്ങലുണ്ടാകരുത്. ഇനിയും ഈ തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്, ഈ തോട്ടത്തിനകത്തേക്ക് കയറി വരുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഭംഗി കുറയ്ക്കുന്നതാണെന്ന് നിനക്ക് ബോധ്യം വന്നാൽ അതിനോട് പുറത്തു പോകാൻ പറയാനുള്ള അധികാരം, അതാ കാത്തു സൂക്ഷിക്കുക എന്നുള്ള രണ്ടാമത്തെ ഘട്ടം. ഇതിനെ അകത്തേക്ക് കയറ്റിയാൽ എൻ്റെ ആത്മീയ അന്തരീക്ഷം പോകുമെന്നുണ്ടെങ്കിൽ, ഇതിനെ അകത്തേക്ക് കൊണ്ടുവന്നാൽ എൻ്റെ വചനധ്യാനം മുടങ്ങുമെന്നുണ്ടെങ്കിൽ, ഇന്നുവരെ എൻ്റെ പ്രാർത്ഥന അന്തരീക്ഷം ഞാൻ നിർത്തിക്കൊണ്ട് വന്നത് തകരുമെന്നുണ്ടെങ്കിൽ, ഇത് ഞങ്ങളുടെ തോട്ടമാണ്, ഇത് ഞങ്ങളും ഞങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഇടമാണ്, ഇതിനകത്തൊക്കെ നിനക്ക് പ്രവേശനമില്ല എന്ന് പറയാനുള്ള ദൈവിക അധികാരവും ഈ തോട്ടത്തിനകത്തുള്ളവർക്ക് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വന്നാൽ, ഇതിനകത്ത് ഇരിപ്പിടം കൊടുത്താൽ, ഇതിനകത്തിരിക്കാൻ കസേര കൊടുത്താൽ ആത്മീയ അന്തരീക്ഷം ഉടയുമെന്ന് തോന്നുന്നെങ്കിൽ പുറത്തു പോകണം. ഇത് ദൈവാന്തരീക്ഷം തളം കെട്ടി നിൽക്കുന്ന ഇടമാണെന്ന് പറയാൻ ഉള്ള ദൈവിക അധികാരം ഈ തോട്ടത്തിൽ ആക്കി വെച്ചിരിക്കുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഇനി തോട്ടത്തിലെ സുഖമമായ വാസത്തിനും തോട്ടത്തിലെ ദൈവത്തോടൊത്തുള്ള ബന്ധം നിലനിൽക്കേണ്ടതിനും എന്ത് ചെയ്യാം എന്നും എന്തു പാടില്ല എന്നും ദൈവം വ്യവസ്ഥ വെച്ചു. അപ്പൊ ഈ തോട്ടത്തിലെ വ്യവസ്ഥയ്ക്കകത്ത് രണ്ട് ഘട്ടം. ഒന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. വ്യവസ്ഥയ്ക്കകത്ത് രണ്ട് കാര്യങ്ങളാണ്. തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, അത് ചെയ്യാൻ പറ്റുന്നതാ. ഇഷ്ടം പോലെ തിന്നാം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം സുഭിക്ഷതയാണ് കാണിച്ചിരിക്കുന്നത്. ദൈവം അനുവദിച്ച വൃക്ഷത്തിൻ്റെ അരികിൽ നീ എപ്പോഴെല്ലാം ആഗ്രഹത്തോടെ ചെല്ലുന്നുവോ അപ്പോഴെല്ലാം നിന്റെ തൃപ്തി അടയുവോളം ഫലം അതിനകത്തുണ്ടായിരിക്കും. ഏതിനകത്ത്? ദൈവം അനുവദിച്ചതിനകത്ത്. അതിനർത്ഥം ഈ തോട്ടത്തിനകത്ത് രോഗസൗഖ്യം ഉണ്ടാകുന്നത് ദൈവം അനുവദിച്ചതിനകത്തൂടെ മാത്രമാണ്. ഈ തോട്ടത്തിനകത്ത് ഭൂതശാന്തി ഉണ്ടാകുന്നത് ദൈവം അനുവദിച്ചതിനകത്തൂടെ മാത്രമാണ്. ഇതിനകത്ത് ആത്മനിറവ് ഉണ്ടാകുന്നത് ദൈവം അനുവദിച്ചതിനകത്തൂടെ മാത്രമാണ്. ദൈവം അനുവദിച്ച വൃക്ഷത്തിന്റെ അരികിൽ നീ ആഗ്രഹത്തോടെ ചെല്ലുമ്പോൾ നിരാശയോടെ നീ മടങ്ങേണ്ടി വരത്തില്ല. നിന്റെ ആഗ്രഹത്തെ സഫലമാക്കും വിധമുള്ള ഫലങ്ങൾ ആ തോട്ടത്തിൽ ദൈവം അനുവദിച്ചതിനകത്ത് നിനക്കുണ്ടാകും. ഇനി നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അത് ചെയ്യാൻ പാടില്ലാത്തതാ. അതിനകത്തോട്ട് നീ പോകരുത്. അത് ചെയ്യാൻ പാടില്ലാത്തതാ. തിന്നരുത്. അപ്പം അടുത്ത കോമയിടണം, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. വ്യവസ്ഥ പറഞ്ഞ ദൈവം, എന്ത് ചെയ്യാമെന്ന് വ്യവസ്ഥ പറഞ്ഞ ദൈവം, എന്ത് പാടില്ല എന്ന് വ്യവസ്ഥ പറഞ്ഞ ദൈവം, ആ വ്യവസ്ഥ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് തന്നെ വ്യവസ്ഥ ലംഘിച്ചാലുള്ള ശിക്ഷയും പറഞ്ഞു. മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന ആദം ദൈവം വെച്ചിരിക്കുന്ന ഭംഗിയെ, ദൈവം രൂപം കൊടുത്ത മനോഹരമായ ഭംഗിയുടെ 50% പോലും കണ്ടു തീർന്നിട്ടില്ല. തോട്ടത്തിൽ വന്ന ഭംഗിയൊക്കെ ആസ്വദിക്കുന്നേ ഉള്ളൂ. ഇന്ന് തൊട്ട് ഇവിടെയാണല്ലോ താമസം, നല്ല ഫലങ്ങളുണ്ടല്ലോ, നല്ല ക്ലൈമറ്റ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആദമിനോട് ഒരു മങ്ങലേക്കുന്നത് പോലെ ശിക്ഷയും പറയണമായിരുന്നോ?
നമുക്ക് മനസ്സിലാകാനാ ഇങ്ങനെ പറഞ്ഞു. വ്യവസ്ഥ പറഞ്ഞ ദൈവം വ്യവസ്ഥ പറഞ്ഞു തീരും മുൻപ് തന്നെ എന്തുകൊണ്ട് വ്യവസ്ഥ ലംഘിച്ചാലുള്ള ശിക്ഷയും പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരായിരുന്നു, അംഗത്വം എടുത്തതേ ഉള്ളൂ, സഭയ്ക്കകത്തേക്ക് വന്നതേ ഉള്ളൂ, സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, വചനം കേട്ട് ആരംഭിച്ചതേ ഉള്ളൂ. അതിനിടയിൽ പെട്ടെന്ന് ദൈവം പ്രമാണവും വ്യവസ്ഥയും, ആ വ്യവസ്ഥ ലംഘിച്ചാലുള്ള ശിക്ഷയും പറയണമായിരുന്നോ? എന്തുകൊണ്ട്? വ്യവസ്ഥ പറഞ്ഞ ദൈവം വ്യവസ്ഥ പറഞ്ഞു തീരും മുൻപ് തന്നെ ശിക്ഷയും പറഞ്ഞു. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ ഇത് അയോഗ്യമായി ഭക്ഷിച്ചാൽ, അതിനർത്ഥം ഇത് യോഗ്യമായി ഭക്ഷിക്കണം. ഇത് അയോഗ്യമായി പാനം ചെയ്താൽ, അതിനർത്ഥം യോഗ്യമായി പാനം ചെയ്യണം. നിങ്ങളിൽ ചിലർ ബലഹീനരാകും, നിങ്ങളിൽ ചിലർ രോഗികളാകും, അനേകർ നിദ്ര കൊള്ളും. രോഗിയാകുന്നവരുടെ എണ്ണം കുറവാണ്, ബലഹീനരാകുന്നവരുടെ എണ്ണം കുറവാണ്, പക്ഷെ സെമിത്തേരിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. അനേകർ നിദ്ര കൊള്ളുന്ന, നിദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ ഉടനെ ഹാർട്ട് അറ്റാക്ക് വരണ്ടെന്ന് കരുതി എഴുതിയേക്കുന്ന, ശരിക്കും നീ മരിക്കുമെന്നാ. മനോഹരമായ കാർമ്മിക ശുശ്രൂഷയെ വിവരിക്കുന്ന അപ്പോസ്തലൻ എന്തിനാണ് കാർമ്മിക ശുശ്രൂഷ പറഞ്ഞു തീരും മുൻപ് തന്നെ അതിനകത്ത് ദൈവം വച്ചിരിക്കുന്ന കഠിനമായ ശിക്ഷയെ വിശദീകരിച്ചത്? അർത്ഥം, എപ്പോഴെങ്കിലും ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ട്, ദൈവഹിതമല്ലാത്ത പ്രവൃത്തിക്ക് കൈ നീട്ടിയിട്ട്, ദൈവഹിതമല്ലാത്തത് എഴുതാൻ പേനയെടുത്തിട്ട്, ദൈവസന്നിധിയിൽ മടങ്ങി വരവില്ലാതെ, മാനസാന്തരമില്ലാതെ, കവിണ് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ഇന്നലെ എടുത്തതിൻ്റെ പരിചയത്തിൽ ഇന്ന് നീ കൈ നീട്ടുമ്പോൾ, ഈ വിധത്തിൽ എനിക്കിതിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലല്ലോ എന്ന് കണ്ട് ശിക്ഷയോർത്ത് നീ മടങ്ങി വരണം. അതിനാണ് ദൈവം വ്യവസ്ഥ പറഞ്ഞത്. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാർ. അർത്ഥം, ദൈവത്തെ ഭയപ്പെടാൻ ദൈവം ക്രോധം അയക്കണോ? എപ്പോഴെങ്കിലും ദൈവഹിതമല്ലാതെ നീ അതിൽ പങ്കാളിയാകാൻ തുടങ്ങുമ്പോൾ നിൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത്, ദൈവം അതിൽ വെച്ചിരിക്കുന്ന ശിക്ഷയെ ഓർത്ത്, മാനസാന്തരത്തിന് നിന്റെ കല്ലായ ഹൃദയം മാംസമായി മാറാനാണ് ദൈവം ശിക്ഷയും പറഞ്ഞത്. ഏദൻ തോട്ടത്തിൽ എപ്പോഴെങ്കിലും ഭംഗി ആസ്വദിച്ചിരിക്കുന്ന നേരത്ത് ആദമിന് ഇത്ര നാളെ ഈ തോട്ടത്തിൽ ജീവിച്ചിട്ട് അതിൻ്റെ മാത്രം ഭംഗി അറിഞ്ഞില്ലല്ലോ, അതിൻ്റെ മാത്രം രുചി അറിഞ്ഞില്ലല്ലോ എന്നങ്ങാണ് എപ്പോഴെങ്കിലും പൈശാചിക ബുദ്ധി തോന്നിയിട്ട് അത് പറിക്കാൻ കൈ നീട്ടുമ്പോൾ, യോ ദൈവം ഇത് പറഞ്ഞതാണല്ലോ ചെയ്യരുതെന്ന് എന്ന് ഓർമ്മ വരണം. എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ അതൊന്ന് നോക്കാം. ഇടം വലമൊന്നും ആരും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു നുള്ള് നോക്കാം, ഒരു നുള്ളെടുത്ത് നോക്കാം. ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഒരു ശകലം നുള്ളെടുത്ത് നോക്കാം എന്നെങ്ങാണ് ആദമിന് തോന്നി കൈ നീട്ടുമ്പോ, യോ ഇത് ഞാൻ ഭക്ഷിച്ചാൽ എൻ്റെ ദൈവത്തോടുള്ള വാസം അവസാനിക്കുമല്ലോ എന്നോർത്തിട്ട്, എൻ്റെ തോട്ടത്തിലെ ദൈവിക ബന്ധം അവസാനിക്കുമല്ലോ എന്നോർത്തിട്ട് നിനക്കൊരു മടങ്ങി വരവുണ്ടാകണം. അതിനാണ് ദൈവശിക്ഷയും പറഞ്ഞത്. ഇനിയും ദൈവം മനുഷ്യന്റെ ബുദ്ധിയെ അളക്കാൻ നോക്കി. ജീവജാലങ്ങളെയെല്ലാം മുന്നിൽ കൊണ്ടു നിർത്തി അവയ്ക്ക് എന്തു പേരിടുമെന്ന് നോക്കി. ആദം എന്തു പേരിട്ടോ അത് പേരായി. അന്നാണ് ദൈവം മനുഷ്യന്റെ ബുദ്ധിയെ അളന്നത്. ഇന്ന് കാണുന്ന മുഴുവൻ സാങ്കേതിക വിദ്യയുടെയും തലച്ചോറ് ആദം അന്ന് പേരിട്ടതിനെ പ്രതി വന്ന് തുടർച്ചയാ. സ്തോത്രം. ഇനിയും ആദം ഏകനാണെന്ന് തിരിച്ചറിഞ്ഞു. വേഗത്തിൽ മുന്നോട്ട് പോവുക. ഏകനാണെന്ന് തിരിച്ചറിഞ്ഞൊരു കൂട്ടാളിയെ കൊടുക്കാൻ തീരുമാനിച്ചു. ആദം ഉറങ്ങിക്കിടന്നപ്പോൾ തൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് മാംസവും ത്വക്കും പിടിപ്പിച്ച് ജീവനുള്ള ദേഹിയായി നിർത്തി. ആദം ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്ന കണ്ടു.
മുമ്പിൽ സ്ത്രീ നിൽക്കുന്നത് കണ്ടിട്ട് ആദം പറഞ്ഞത്, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. സത്യമാണ്, ആദം പറഞ്ഞത് ശരിയാണ്. തൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. പറഞ്ഞ വാചകം ശരിയാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ പറയേണ്ടതുണ്ടോ? ആദം അങ്ങനെ പറയേണ്ടിയിരുന്നോ? ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന് ആദം പറയുമ്പോൾ ആ മഹത്വം ആദമിന് പോയി. ഞാൻ ചിന്തിച്ചു, ഇതിന് വാരിയല്ലെടുത്ത് ദൈവം രൂപം നൽകുമ്പം ആദം ഉറങ്ങുമായിരുന്നു. തോട്ടത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ഈ മുമ്പിൽ നിൽക്കുന്നത് എൻ്റേതിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലായത്. അപ്പം തോട്ടത്തിൽ നിൽക്കുന്ന ഒരു രൂപം, ദൈവം തോട്ടത്തിൽ കൊടുത്ത ഒരു രൂപകൽപ്പനയുടെ പിന്നിൽ എൻ്റെയും അംശമുണ്ടെന്ന് ആദം തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ അന്ന് തൊട്ടാണ് ഞാൻ കാരണമെന്നുള്ള പറച്ചിൽ തുടങ്ങിയത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയുന്ന അന്ന് തുടങ്ങിയതാ. ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറയുമ്പോൾ ആദമിന് ഇച്ചിരി മഹത്വം പോയി. പക്ഷേ ഇത് എനിക്ക് ദൈവം തന്ന തുണ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് ദൈവം എനിക്ക് തന്ന കൂട്ടാളി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ദൈവം എനിക്ക് ഒരു അഭയാർത്ഥിയെ തന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ദൈവം തനിക്ക് കൊടുത്തതിൽ ദൈവത്തിന് മഹത്വം പോയേനെ. ഈ തോട്ടത്തിൽ ദൈവം നിന്നെ ചാലകമാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് രൂപം ദൈവം നൽകുന്നുണ്ടെങ്കിൽ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നത് കൊണ്ട് മഹത്വം നിനക്ക് പോകരുത്. നിന്നെ ഉപയോഗിച്ച ദൈവത്തിന് ഈ തോട്ടത്തിൽ മഹത്വം പോണം. സ്തോത്രം. ഇനി 3-ാം അധ്യായം. ആ 3-ാം അധ്യായത്തിൽ നാം കാണുന്ന ഇവരൊന്നിച്ച് മനോഹരമായ ഒരു കുടുംബം ഇങ്ങനെ മുൻപോട്ട് നയിക്കുന്നു. പ്രാർത്ഥനയും പാട്ടും ആത്മീയ അന്തരീക്ഷം കൊണ്ട് ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒരു ദിവസം പാമ്പ് തോട്ടത്തിൽ പ്രവേശിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, പാമ്പ് തോട്ടത്തിൽ പ്രവേശിക്കുമ്പം നമുക്ക് പഠിക്കാൻ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു, പാമ്പിന്റെ മനസ്സിലെ ചിന്ത ഹൗവയെ തന്നെ കിട്ടണേന്നാ. അതിനുള്ള ഒരു കാരണം, ദൈവത്തിൽ നിന്ന് നേരിട്ട് വ്യവസ്ഥ കേട്ടയാൾ ആദമാണ്. ആദമിൽ നിന്ന് കേട്ട അറിവേ ഹൗവയ്ക്കുള്ളൂ. അപ്പം ദൈവത്തിൽ നിന്ന് നേരിട്ട് വ്യവസ്ഥ കേട്ട ഒരാളെ പിശാചിന്റെ വശീകരണത്തിൽ വീഴ്ത്താൻ പാടാണ്. അതിനർത്ഥം, ദൈവത്തോട് നേരിട്ട് ബന്ധമുള്ള ഒരാളെ, ദൈവത്തോട് എപ്പോഴും ബന്ധം നിലനിർത്തുന്ന ഒരാളെ പിശാച് കൊണ്ടുവന്ന വശീകരണ ശക്തിയിൽ വീഴ്ത്താൻ പാടാണ്. പാമ്പ് വന്ന് തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പം ഹൗവ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. ചോദിച്ചു, ഇത് വാസ്തവമായി ഈ തോട്ടത്തിലെ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ആദ്യമായി വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി എന്ന നിലയിൽ മുഖവുരയില്ല, പരിചയപ്പെടുത്തലില്ല, വന്ന് കയറി ഉടനെ ദൈവം പറഞ്ഞ വ്യവസ്ഥ എന്ന് പറയുക. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൽ നിന്ന് നേരിട്ട് വ്യവസ്ഥ കേട്ട ആദമിനേക്കാളും ആദമിൽ നിന്ന് വ്യവസ്ഥ കേട്ട ഹൗവയെക്കാളും വ്യവസ്ഥയെക്കുറിച്ചുള്ള ധാരണ കൂടുതൽ പാമ്പിനായിരുന്നു. നമ്മേക്കാൾ കൂടുതൽ വചനം അറിയാവുന്നതും, നമ്മേക്കാൾ കൂടുതൽ പ്രമാണം അറിയാവുന്നതും, നമ്മേക്കാൾ കൂടുതൽ പാട്ടറിയാവുന്നതും അതിൽ നമ്മെ കുരുക്കാൻ പോകുന്നവർക്കാണ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. പാമ്പ് ചോദിച്ചു, വാസ്തവമായി ഈ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ വാസ്തവമായി എന്ന് 3-4 തവണ ഹൗവയോട് ചോദിക്കുമ്പം പിന്നെ ഹൗവയ്ക്കും സംശയം വാസ്തവമായി ആണോ എന്ന്. ഹൗവയുടെ മറുപടി, തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം തിന്ന, അത് ദൈവം പറഞ്ഞതാ. തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. തോട്ടത്തിലെ നടുവിലെ വൃക്ഷം, അതിനും വലിയ ക്ലാരിറ്റി പോരാ. നന്മ തിന്മകൾ എന്ന് പറഞ്ഞു വന്ന വൃക്ഷം അത് കൈമാറി വന്നപ്പോൾ നടുവിലെ ആയി.
അതാണ് ഈ കേട്ട് ദൈവത്തെ അറിഞ്ഞാലുള്ള പ്രശ്നം. അതും സത്യമാണ്. പക്ഷെ തൊടരുതെന്ന് ദൈവം പറഞ്ഞോ? ദൈവം വ്യവസ്ഥ വെച്ചപ്പോൾ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്ന വൃക്ഷത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞു. അത് തോട്ടത്തിന്റെ നടുക്കാണ്. തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷമാണ് ദൈവം പ്രമാണമായി വെച്ചിരിക്കുന്നതെന്ന് അറിയാമെങ്കിൽ പിന്നെ പോയി തൊടണോ? പിന്നെ പോയി തൊടണോ? അത് ഏത് ഭാഗത്ത് നിന്നാലും, നീ തോട്ടത്തിൽ ഏത് ഏറ്റക്കുറച്ചിലിൽ നിന്നാലും, തോട്ടത്തിൽ നീ ഏത് സ്ഥാനം വഹിച്ചു നിന്നാലും, ആ വ്യവസ്ഥ നിനക്ക് വ്യക്തത ഉണ്ടാക്കുന്നതല്ലേ? ദൈവം പറയരുത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട്, ദൈവം അരുത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് ദൈവം പറഞ്ഞ വ്യവസ്ഥ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിനോടൊന്ന് കൂട്ടിച്ചേർത്തു. വ്യവസ്ഥയോട് നമുക്കിഷ്ടമുള്ളത് കൂട്ടിച്ചേർക്കുന്നതും ഈ തോട്ടത്തിനകത്തെ ഒരു പോരാട്ടമാണ്. ദൈവം പറഞ്ഞത് മാത്രം നീ വ്യാഖ്യാനിച്ചാൽ മതി. ദൈവവചനം പറയുന്നത് മാത്രം നീ പ്രസംഗിച്ചാൽ മതി. കൂട്ടിച്ചേർക്കരുത്. തോട്ടത്തിൽ പാമ്പ് പ്രവേശിക്കുന്നതായി ഹൗവ കണ്ടപ്പം ഹൗവ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഇതിനകത്തേക്ക് പ്രവേശിക്കല്ലേ. ഇത് ഞങ്ങളുടെ ദൈവത്തിൻ്റെയും തമ്മിൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന, ഞങ്ങൾ കൈകോർത്ത് നടക്കുന്ന, ഞങ്ങളുടെ വെളിപ്പാടുകൾ കൈമാറുന്ന ഇടമാണ്. അതിനകത്തേക്ക് നീ പ്രവേശിക്കല്ലേ, പ്ലീസ് പുറത്തു പോകണമെന്നല്ലേ ഹൗവ പറയേണ്ടിയിരുന്നത്? കാത്തു സൂക്ഷിക്ക എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരർത്ഥം അതല്ലേ? ദൈവഹിതമല്ലാത്തത് അകത്തേക്ക് പ്രവേശിക്കുന്നത് കണ്ടിട്ട് ദൈവീക അധികാരത്തിൽ അതിനെ ഇറക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നത് ഹൗവ നമ്മൾ കാണുന്നില്ല. നമ്മൾ ദൈവീക അധികാരത്തിൽ ദൈവഹിതമല്ലാത്തത് അകത്ത് വന്നപ്പോൾ ദൈവീക അധികാരത്തിൽ അതിനെ പുറത്തു കളയാൻ ഒരു ശകലം പോലും ഹൗവ ശ്രമിക്കുന്നതായി നമ്മൾ കണ്ടില്ല. പകരം അതിന് ഇരിപ്പിടം കൊടുത്തു തോട്ടത്തിൽ. എല്ലാത്തിനും ഇരിപ്പിടം കൊടുക്കാൻ തോട്ടത്തിൽ പ്രമാണമില്ല. നീ ഇരിപ്പിടം കൊടുക്കേണ്ടത് നിന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം ചേരുന്നവന്, നിന്റെ ആരാധനയ്ക്കൊപ്പം ചേരുന്നവന്, നിന്റെ വിഷയത്തിന് കൈകോർക്കുന്നവന്. ദൈവം പറഞ്ഞ വ്യവസ്ഥയെ നിനക്ക് കുരുക്കാക്കി മാറ്റുന്നവന് നീ ഇരിപ്പിടം കൊടുക്കരുത്. ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ നിനക്കൊപ്പം നിന്ന് ആത്മാവിൽ പോരാടുന്നവന് നീ തോട്ടത്തിനകത്ത് ഇരിപ്പിടം കൊടുക്കണം. ഇനി പാമ്പിന്റെ മറുപടി, ഇത് ദൈവം നിങ്ങളെ പറ്റിച്ചതാ. ഇത്ര മനോഹരമായ ഫലം വേറെ എവിടെ കിട്ടും? ഇത് ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതാ. സഭയ്ക്കകത്ത് പ്രതിസന്ധി ഉണ്ടോ? ഇത് ഓരോന്ന് സഭായോഗത്തിന് കൊടുത്താൽ മതി. നമുക്ക് മനസ്സിലാകാൻ എങ്ങനെ പറയുന്നു? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കുറവുണ്ടോ, പഠിക്കാൻ പുറമോട്ടാന്നോ, ഓരോന്ന് കൊടുത്താൽ മതി. ഇതുപോലെ ജ്ഞാനം പ്രാപിക്കാൻ പറ്റിയ വൃക്ഷത്തിന്റെ ഫലം വേറെ ഇല്ല. ഇത് മറച്ചു വെച്ച് ദൈവം നിങ്ങളെ കളിപ്പിച്ചതാ. സ്തോത്രം. ഇത് പറഞ്ഞ് ഇത് മുഴുവൻ ഹൗവ കേട്ടപ്പം ഹൗവയുടെ മനസ്സിൽ നിന്ന് ദൈവം പറഞ്ഞ വ്യവസ്ഥ ഡിലീറ്റായി. പകരം പാമ്പ് പറഞ്ഞത് അപ്ഡേറ്റ് ആയി. ഈ പാമ്പ് പറഞ്ഞതെല്ലാം അകത്ത് കയറ്റി കഴിഞ്ഞ് ഹൗവ വൃക്ഷത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ വൃക്ഷത്തെ അന്നേരം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതുവരെ ഇല്ലാത്തൊരു ഭംഗി അന്നേരം. ഇത്ര നാളെ ഈ തോട്ടത്തിൽ ജീവിച്ചിട്ട് അങ്ങനെ ഒരു ഭംഗി ആ വൃക്ഷത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എല്ലാം മുട്ടി ഉരുമി ഞാൻ നടന്നത് അതിനകത്തൂടെ. എന്നിട്ടും ഇങ്ങനെ ഒരു ഭംഗി ഇതുവരെ കണ്ടിട്ടില്ല. ദൈവം അരുതെന്ന് പറഞ്ഞത്, ദൈവം പാടില്ലെന്ന് പറഞ്ഞത്, നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് അത് ചേരില്ലെന്ന് പറഞ്ഞത്
ഒരിക്കൽ നമ്മൾ നീക്കി മാറ്റി വെച്ചു. അത് പിന്നെയും അകത്ത് കയറുന്നുണ്ടെങ്കിൽ അത് ദൈവാത്മ പ്രേരണയായിരിക്കത്തില്ല, അത് പാമ്പ് അകത്ത് കയറുന്നത് കൊണ്ടാണ്. അത് ദൈവം പാടില്ലെന്ന് പറഞ്ഞത് അകത്ത് കയറിയത് കൊണ്ടാ. ദൈവം അരുതെന്ന് പറഞ്ഞതിന് എപ്പോഴെങ്കിലും ഭംഗി കൂടുതലുള്ളതായിട്ട് തോന്നുന്നെങ്കിൽ, എപ്പോഴെങ്കിലും നല്ല ശ്രേഷ്ഠതയുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, അതൊരു വലിയ പഠിപ്പിക്കലായിട്ടൊക്കെ അകത്തോട്ട് കൊണ്ടുവരാമെന്ന് തോന്നുന്നെങ്കിൽ, അത് പരിശുദ്ധാത്മാവിന്റെ പുതിയ പ്രവർത്തനമാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. അത് പാമ്പകത്ത് കയറുന്നത് കൊണ്ട് നിന്നെ എങ്ങനെങ്കിലും വെളിയിലാക്കണമെന്ന് ചിന്തിക്കുന്ന വൈശാചിക ശക്തി നിന്നെ അതിനകത്ത് കൊണ്ടിടുന്നതാ. ഇത്രയും കേട്ട ഉടനെ ഹൗവ ആ വൃക്ഷത്തിന്റെ ഒരു ഫലം പറിച്ചു. വേഗത്തിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ആ ഫലം ഒന്ന് പറിച്ചു, കയ്യിൽ പിടിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, ദൈവം പാടില്ലെന്ന് പറഞ്ഞത് ഹൗവയുടെ ഉള്ളംകൈ വരെ എത്തിക്കാൻ പിശാചിന് കഴിഞ്ഞു. ദൈവം അരുതെന്ന് പറഞ്ഞതിനെ ഉള്ളംകൈ വരെ എത്തിക്കാൻ പിശാചിന് കഴിഞ്ഞു. ഇത് കയ്യിൽ വന്ന നേരത്ത് വ്യവസ്ഥ ഓർത്തിട്ട്, സ്തോത്രം, ഇത് കയ്യിൽ പിടിച്ച നേരത്തെ ഓർമ്മ വന്നു, യോ ഇത് ദൈവം പാടില്ലെന്ന് പറഞ്ഞതാണല്ലോ, ഇത് പറിക്കരുതെന്ന് ദൈവം പറഞ്ഞതാണല്ലോ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാഞ്ഞതാണല്ലോ എന്ന് അന്നേരം ഓർമ്മ വന്ന് ഇതങ്ങ് എറിഞ്ഞു കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവാനാ. ഇതങ്ങ് എറിഞ്ഞു കളഞ്ഞിരുന്നെങ്കിൽ അല്ലേ, പറിച്ചതല്ലേ ഉള്ളൂ, അകത്തോട്ട് പോയില്ലല്ലോ എന്നോർത്തൊരു കൺസേൺ നമുക്ക് മനസ്സിലാകാനാ ഇങ്ങനെ പറയുന്നേ. ഇത് കൈ വന്നതല്ല ഉള്ളൂ, ഇതകത്ത് നിനക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷയത്തിൽ പിശാചിനെ നമുക്ക് ജയിക്കാമായിരുന്നു. അതിനർത്ഥം ഈ തോട്ടത്തിൽ എൻ്റെ ഉള്ളംകൈ വരുന്നതെല്ലാം സ്തോത്രം ചെയ്ത് അനുഭവിക്കാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഈ തോട്ടത്തിൽ എൻ്റെ കയ്യിൽ വരുന്നതെല്ലാം സ്തോത്രം ചെയ്ത് അനുഭവിക്കാൻ എനിക്ക് വ്യവസ്ഥയില്ല. വിശുദ്ധിക്ക് വേണ്ടി നീ ചിലത് എറിഞ്ഞു കളയേണ്ടി വരും. വിശുദ്ധിക്ക് വേണ്ടി നീ ചിലത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. നിന്റെ കയ്യിലിരിക്കുന്നത് ഭംഗി കൂടുതലുള്ളതാണെങ്കിലും അത് ചേറ്റിലേക്ക് വലിച്ചെറിയേണ്ടി വരും. കാരണം ഇത് വേർപാട് അധിഷ്ഠിത തോട്ടമാണ്. ഇത് ദൈവത്തിന്റെ കാലൊച്ച മുഴങ്ങുന്ന തോട്ടമാണ്. ഇതിനകത്ത് നിന്റെ ഉള്ളംകൈ വരുന്നതെല്ലാം വിശുദ്ധ ജീവിതത്തിനെതിരാകുന്നെങ്കിൽ അതിനെ എറിഞ്ഞു കളയാനും നിനക്ക് കഴിയണം. പക്ഷേ ആ സമയത്ത് ഹൗവയുടെ ഉള്ളിൽ ആ വ്യവസ്ഥ വന്നില്ല. ഫലം പറിച്ചു, താൻ ഭക്ഷിച്ചു. വീണ്ടും ഒരെണ്ണം കൂടെ പറിച്ചു. അത് തനിക്ക് കഴിക്കാനല്ല, തൻ്റെ ഭർത്താവിന് കൊടുക്കാൻ. ഹൗവ ഫലം പറിച്ച് ആദമിന് കൊടുക്കുന്നതിൽ മാനുഷികമായ നിലയിൽ ആദമിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു നല്ലത് കഴിച്ചു, ഞാൻ നല്ല ഒരു കാര്യം അനുഭവിച്ചു, അത് എൻ്റെ പാർട്ട്ണർ കൂടെ കിട്ടണമെന്ന മാനുഷിക സ്നേഹം അതാ. പക്ഷെ അകത്ത് വ്യാപരിക്കുന്നത് പാമ്പാണെന്നേ ഉള്ളൂ. തൻ്റെ മാനുഷിക സ്നേഹമാണ്, താൻ നല്ലത് എന്ന് കണ്ടതൊന്ന് അനുഭവിച്ചു, അത് ഭർത്താവിനും കൂടെ കൊടുത്താൽ കൊള്ളാമെന്നോ മാനുഷിക സ്നേഹം. ഇത് പറിച്ച് ഹൗവ ആദമിൻ്റെ അടുത്ത് ചെന്നു. ആദമിൻ്റെ അടുത്ത് ചെന്ന് ഫലം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, പാമ്പ് എന്തെല്ലാം ഭംഗി വാക്ക് പറഞ്ഞോ അതെല്ലാം ഒരു വാക്ക് വിടാതെ ആദമിനോട് പറഞ്ഞാണ്. അപ്പം തോട്ടത്തിലെ നാഥൻ സർവശക്തനായ ദൈവമാണെങ്കിലും തോട്ടത്തിലെ താൽക്കാലിക നാഥനാക്കി ദൈവം വെച്ചിരിക്കുന്നത് ആദമിനെയാണ്. ഈ ഫലം ഭംഗി വാക്ക് പറഞ്ഞു പുകഴ്ത്തി ആദമിന്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ആദമിന് പറയാം, നില്ല 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 നില്ല, നീ പുകഴ്ച പറയാൻ വരട്ടെ, നീ ഏതു ഭാഗത്ത് നിന്ന് വൃക്ഷത്തിൽ നിന്നാണ് ഇത് പറിച്ചത്? ആദം ചോദിച്ചോ? ഇത് നീ ഭംഗി വാക്കിൽ പെട്ടെന്ന് എന്നെ കഴിപ്പിക്കാൻ വെപ്രാളം കാട്ടാതെ ഞാൻ ഇതിനെ ഒന്ന് മനസ്സിലാക്കട്ടെ, നീ ഏത് ഭാഗത്തു നിന്നാണ് ഈ ഫലം പറിച്ചത്? ആദം ചോദിച്ചില്ല. ഇത് തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലമാണ്, തോട്ടത്തിലെ ഭംഗിയുള്ള വൃക്ഷത്തിന്റെ
രുചിയുള്ള ഫലമാണ്. പക്ഷേ ഇതെടുത്ത് നാക്കെ പറ്റിക്കാൻ എനിക്ക് ദൈവവ്യവസ്ഥയുണ്ടോ എന്ന് ആരായാൻ ആദം മറന്നു. ഇത് തോട്ടത്തിലെ ഭംഗിയുള്ള വൃക്ഷത്തിന്റെ രുചിയുള്ള ഫലമാണ്. പക്ഷെ ഇതെടുത്ത് നാക്കെ പറ്റിക്കാൻ എനിക്ക് ദൈവവ്യവസ്ഥ ഉണ്ടോ? ദാനിയേലിന് കൊടുത്തത് രാജകീയ ഭോജനമാണ്. രാജാവിന് എന്തു രുചിയോ, അതിനർത്ഥം രാജാവിന് എന്തു രുചിയോ അത് തന്നെ ദാനിയേലിനും. രാജാവിന് എന്ത് നിലയിലുള്ള ആഹാരമാണ് ക്വാളിറ്റിയിൽ വേണ്ടത്, അത്ര ക്വാളിറ്റിയിൽ തന്നെ ദാനിയേലിനും. എന്തുമാത്രം വിദഗ്ധന്മാര് പരിശോധിച്ച് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ഒരു രാജാവിൻ്റെ ടേബിളിലേക്ക് ആഹാരം പോകുന്നത്. അത്ര ക്വാളിറ്റി കുറയാതെയാണ് ദാനിയേലിൻ്റെ ടേബിളിൽ എത്തുന്നത്. പക്ഷേ ദാനിയേലിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആഹാരം മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് എന്നെ കഴിപ്പിക്കാൻ ധൃതി കൂട്ടുന്ന ഷണ്ണാധിപ ഒന്നുമില്ലേ? ഇത് നല്ല ആഹാരമാണെന്ന് എനിക്കറിയാം, ഇത് നല്ല സ്വാദുഭോജനമാണെന്ന് എനിക്കറിയാം. ഇതിൽ നല്ലത് ഞാൻ വീട്ടിൽ ചെന്ന എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇതിൽ കൂടിയ ക്വാളിറ്റിയിലുള്ള ആഹാരം ഇനിയും വേറെ എവിടുന്നും എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇത് കഴിച്ചിട്ട് വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ നീ കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള അടയാളങ്ങളും കാണാൻ പോകുന്നില്ല. പക്ഷേ ഞാനൊരു കറതീർന്ന യഹൂദനാകൊണ്ട്, ഞാൻ കറതീർന്ന ഒരു യഹൂദനായതുകൊണ്ട് എൻ്റെ മുകളിൽ എൻ്റെ അമ്മ കാണുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ കാണുന്നില്ല, എൻ്റെ ലോക്കൽ സഭ കാണുന്നില്ല, എൻ്റെ ദേശത്ത് ആരും അറിയുന്നില്ല. പക്ഷേ യഹൂദൻ എന്ന നിലയിൽ എന്നെ വാച്ച് ചെയ്യുന്ന ഒരു കണ്ണ്, എന്നെ കാണുന്ന ഒരു സർവശക്തന്റെ കണ്ണ് എൻ്റെ ഈ തലയ്ക്ക് മുകളിലുണ്ട്. ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്കാനിങ്ങിൽ ഒപ്പിയിട്ട് അതിൻ്റെ വിശദീകരണം കഴിച്ച ഉടനെ കൊടുക്കേണ്ട ഒരു യജമാനൻ, നിനക്ക് ആഹാരം തന്നുവിട്ട യജമാനന്റെ മുകളിലുണ്ട്. അതുകൊണ്ട് എത്ര വിശപ്പുണ്ടെങ്കിലും ഞാനിതെടുത്ത് കഴിക്കത്തില്ല, എത്ര ദാഹമുണ്ടെങ്കിലും ഈ വീഞ്ഞ് കുടിക്കത്തില്ല. അത് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടല്ല, എനിക്ക് പ്രമാണമുള്ളത് കൊണ്ട്, അത് മോശമായ ആഹാരമുള്ളത് ആയതുകൊണ്ടല്ല, ഞാൻ ആരാധിക്കുന്ന പ്രമാണമുള്ള ഒരു വിശുദ്ധരായതുകൊണ്ട്. ഇത് തോട്ടത്തിലെ ഭംഗിയുള്ള വൃക്ഷത്തിന്റെ രുചിയുള്ള ഫലമാണ്. പക്ഷേ ഇതെടുത്ത് നാക്കെ പറ്റിക്കാൻ വ്യവസ്ഥയുണ്ടോ എന്ന് ആരായാൻ ആദം മറന്നു, ഭക്ഷിച്ചു. ഉടനെ ഇരുവരുടെയും തേജസ് നഷ്ടപ്പെട്ടു. അവർ നഗ്നരെന്നറിഞ്ഞു. ഈ നഗ്നത എന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ചതിനെ പ്രതി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കോടതിയിൽ നിന്ന് അവരുടെ ശരീരത്ത് അവർക്ക് അനുഭവിക്കാൻ പറ്റിയ ദൈവിക ശിക്ഷയാണ് അവരുടെ നഗ്നത എന്നുള്ളത്. ആദം നഗ്നനാണെന്ന് അറിഞ്ഞ ഉടനെ ചെയ്തത് തോട്ടത്തിലെ തന്നെ അത്തിയുല കൂട്ടി തുന്നി ഒരരയാട ഉണ്ടാക്കി. നഗ്നനാണെന്നറിഞ്ഞ ഉടനെ ആദം അനുതാപത്തിലേക്കല്ല പോയത്, അത്തിയിലെ എവിടെ കിട്ടുമെന്ന് ചോദിക്കാനാ. ആദമിന്മേൽ വന്ന ദൈവശിക്ഷയുടെ അടയാളത്തെ, ദൈവിക കോപത്തെ, ചെയ്ത തെറ്റിനെ ആദം മറയ്ക്കാൻ തോട്ടത്തിൽ സംഭവിച്ചു പോയ പരാജയത്തെ മറയ്ക്കാൻ തോട്ടത്തിലെ തന്നെ അത്തിയില കൂട്ടി തുന്നി അരയാട ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ബിരുദന്മാരുണ്ട്. തോട്ടത്തിൽ സംഭവിച്ചു പോയ തെറ്റിനെ മറയ്ക്കാൻ തോട്ടത്തിലെ തന്നെ സംവിധാനം ഉപയോഗിക്കുന്നവർ. കുറച്ച് നാള് ഒരു സ്വസ്ഥതയായി അരയാട തുന്നി പാകത്തിനത് കിട്ടിയത് കൊണ്ട് ഒരു സ്വസ്ഥതയായി എന്ന് ചിന്തിക്കുന്ന ആദമിനോടൊരു ചോദ്യം: എത്ര നാള് നീ അരയാടെ പോകും? വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. കുറച്ച് നാളൊക്കെ ഈ പോയ പോക്കിനനുസരിച്ച് പോകാം എന്ന് ചിന്തിക്കുന്ന ആദമിനോടൊരു ചോദ്യം: നീ സൃഷ്ടിച്ചെടുത്ത അരയാടയിൽ നീ എത്ര ദിവസം പോകും? നിന്റെ കൂടെ ആരാധിക്കുന്ന വ്യക്തിയെ നിനക്ക് അരയാട കൊണ്ട് പറ്റിക്കാം, നിന്റെ ശുശ്രൂഷകനെ നിനക്ക് അരയാട കൊണ്ട് പറ്റിക്കാം, അരയാട കൊണ്ട് പാട്ടുപാടാം, ട്യൂണോ ഏകദേശം ഒരുപോലൊക്കെ വരും.
അരയാട കൊണ്ട് പ്രബോധിപ്പിക്കാം. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ എന്തിനാൽ നീ കളിപ്പിക്കും? ഈ തോട്ടത്തിൽ ദൈവം അടുപ്പിക്കുന്ന ഊക്കിനുള്ളൊരു വെയിൽ വരുന്നുണ്ട്. ഈ തോട്ടത്തിൽ ദൈവം അടുപ്പിക്കുന്ന ഒരു വെയിൽ വരുന്നുണ്ട്. നീ ആള് കളിക്കാൻ തുന്നി വെച്ച അരയാട കരിഞ്ഞു പോകുന്ന ഒരു വെയില്. നീ ആള് കാണിക്കാൻ നീക്കി തുന്നി വെച്ച അരയാട കരിച്ച് കളയുന്ന ഒരു വെയില് തോട്ടത്തിൽ അടിക്കുന്നുണ്ട്. നമുക്ക് ആളുകളെ പറ്റിക്കാം കേട്ടോ. പ്രാർത്ഥനയുടെ ഘനം കൊണ്ടും ആരാധനയുടെ ഘനം കൊണ്ടും നമ്മുടെ വാക്ചാതുര്യം കൊണ്ടും നമ്മുടെ ഈണം കൊണ്ടും നമുക്ക് അരയാടയിൽ നിന്നു പോകാം. പക്ഷേ സർവശക്തനെ നിനക്ക് അരയാട കൊണ്ട് പറ്റിക്കാൻ കഴിയില്ല. അരയാട കൊണ്ട് മറച്ച് ഒളിച്ചിരുന്ന സമയം വരെ നമുക്ക് വെയിൽ ഉറച്ച നേരമെന്നിടാം. അപ്പം അഭിമുഖമായി തോട്ടത്തിലെ യജമാനൻ വന്നിട്ടില്ല, പക്ഷെ യജമാനൻ ഇതൊക്കെ കാണുന്നുണ്ട്. ആ സമയം വരെയുള്ളതിനെ നമുക്ക് വെയിലുറച്ച നേരമെന്നിടാം. അതിനർത്ഥം വെയിലാറുന്നൊരു സമയമുണ്ടെന്ന. തോട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം വേഗത്തിൽ നിർത്താം. വെയിലാറുന്ന നേരമാണ്. എന്തുകൊണ്ടാണ് വെയിലാറുന്ന നേരമാകുന്നത്? തോട്ടത്തിലെ യജമാനൻ തോട്ടത്തിലാക്കിയവരെ പ്രതി തോട്ടം സന്ദർശിക്കാൻ വരുന്ന സമയമാണ് വെയിലാറുന്ന സമയം. നമ്മുടെ സഭയിലെ ഏറ്റവും ബെസ്റ്റ് ടൈം യജമാനൻ ഈ തോട്ടത്തിൽ ഉലാവുന്ന സമയമാണ്. ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ പാട്ടുപാടുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ കരയുമ്പോൾ എൻ്റെ വിഷയത്തിൻ്റെ മറുപടിയുമായി എൻ്റെ മധ്യേ ഉലാവാൻ യജമാനൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന സമയമാണ് എൻ്റെ തോട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. വെയിലാറിയപ്പോൾ തോട്ടത്തിലെ യജമാനൻ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. സാധാരണ ഒച്ച കേൾക്കുമ്പം അങ്ങോട്ട് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുമായിരുന്നു ആദം. പിന്നെ രണ്ടുപേരോട് ഒന്നിച്ചാ തോട്ടത്തിനകത്തോട്ട് നടക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആ ഒച്ച കേട്ടപ്പോൾ ഒരു വിറയല. ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിൽ കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്ന ആദമിന് ഇന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിറയൽ. അതിനർത്ഥം ഇന്നലെ വരെ നിന്നെ സാന്ത്വനിപ്പിച്ച ശബ്ദം ഇന്ന് നീ കേൾക്കുമ്പോൾ നിനക്ക് വിറയലുണ്ടാകുന്നെങ്കിൽ അർത്ഥം നീ എന്തിലോ വീണുപോയിട്ടുണ്ടെന്നാ. ദൈവം ആദമിനോട് ചോദിച്ചു, ആദമേ നീ എവിടെ? ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നു. നിന്നോട് നഗ്നനെന്ന് ആര് പറഞ്ഞു? അടുത്തത്, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഇത് ദൈവം ആധികാരികമായ കനത്തോടെ താൻ സൃഷ്ടിച്ച മനുഷ്യനോട് ചോദിച്ച വ്യവസ്ഥാധിഷ്ഠിതമായൊരു ചോദ്യമാണ്. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഈ ചോദ്യം വ്യക്തമായതുകൊണ്ട് ഉത്തരവും വ്യക്തമായിരിക്കണം. ഒന്നുകിൽ തിന്നെന്ന് പറയണം, അതല്ലെങ്കിൽ തിന്നില്ലെന്ന് പറയണം. ഇത് രണ്ടും ആദം പറഞ്ഞില്ല. തിന്നെന്ന് പറഞ്ഞാലും തിന്നില്ലെന്ന് പറഞ്ഞാലും ആദം തന്നെയാണ് ഉത്തരവാദി. പക്ഷേ ആദം പറഞ്ഞത്, നീ എനിക്ക് തന്ന സ്ത്രീ പറിച്ചു തന്നു, ഞാൻ തിന്നു. തിന്നെന്ന് പറഞ്ഞാലും തിന്നില്ലെന്ന് പറഞ്ഞാലും ആദം തന്നെയാണ് ഉത്തരവാദി. അപ്പം നീ എനിക്ക് തന്ന സ്ത്രീ പറിച്ചു തന്നു എന്ന് പറയുമ്പം സ്ത്രീയെ കൊടുത്തത് ആരാ? ദൈവമാണ്. അപ്പം ദൈവവും കൂടെ ആ സർക്കിളിനകത്ത് വന്നു. അപ്പൊ ദൈവത്തെയും ഉപവാസ പ്രാർത്ഥനകളെയും ആത്മീയ അന്തരീക്ഷത്തെയും കൂടെ ഞാൻ ചെയ്ത തെറ്റിനകത്തോട്ട് വലിച്ചിട്ടാൽ എനിക്കേതാണ്ട് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുന്ന പോലെ. ആദം അത് സമ്മതിച്ചിരുന്നെങ്കിൽ ആ ചങ്ങല അവിടെ നിന്നേനെ. ഹൗവയുടെ അടുത്ത് ചെന്നപ്പോ ഹൗവ സമ്മതിക്കുമെന്നാണ് ചിന്തിച്ചേ. ഞാൻ ആ ഉത്തരവാദി. അച്ഛൻ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. പാമ്പിന്റെ വാക്ക് കേട്ട് പറിച്ച ഞാനാ. അച്ഛന് ഞാൻ കൊണ്ടു കൊടുത്തു എന്നേ ഉള്ളൂ. ഹൗവ സമ്മതിച്ചില്ല. ഹൗവ പാമ്പിനെ പഴിചാരി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനല്ല ഇന്ന ആളാന്ന് പറഞ്ഞ് ഊരിപ്പോകുന്ന പരിപാടി ഈ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാ. ഞാൻ കാരണം തോട്ടത്തിന്റെ ഭംഗി കുറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാ.
ഞാൻ എന്നെ തിരുത്താം, ഞാൻ എന്നെ താഴ്ത്തുന്നു എന്ന് പറയാൻ. ഞാൻ കാരണം ഈ തോട്ടത്തിന്റെ ഭംഗി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമാ, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം. തോട്ടത്തിൽ നിറക്കിക്കളയാൻ തീരുമാനിച്ചു. വാക്ക് നിർത്തുക. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. എല്ലാ ദിവസവും യജമാനൻ ഇറങ്ങി വരുന്നത് ഇവരോടൊപ്പം നടക്കാനായിരുന്നു. ഇടതും വലതുമായി ഇവർക്കൊപ്പം നടന്നു. പക്ഷേ ഒരു ദിവസം യജമാനൻ ഇറങ്ങി വന്നത് ഇവരെ ഇറക്കിക്കളയാനായിരുന്നു. അപ്പം ഈ തോട്ടത്തിനകത്ത് നമുക്കൊരു പ്രാർത്ഥന വേണം. എന്നും എന്നോടൊപ്പം നടക്കാൻ, ഇരിക്കാൻ, സംസാരിക്കാൻ ഇറങ്ങി വരുന്ന എൻ്റെ നാഥൻ എന്നെ ഇറക്കി കളയാൻ ഈ തോട്ടത്തിൽ വരല്ലേ. ഒരു സഭയുടെ അംഗത്വം പോകുന്ന കാര്യമല്ല, ഒരു ഹോളിനകത്തുനിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. ദൈവം ഇറങ്ങി വരുമ്പം ആ ദൈവ സാന്നിധ്യത്തിനകത്തു നിൽക്കാനുള്ള പ്രാഗൽഭ്യം. നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന വേണം. ഇനിയും എന്നും കേൾക്കുന്നത് ദൈവത്തിന്റെ കാലൊച്ചയായിരുന്നു. ഈ കാലൊച്ച നിന്റെ രോഗസൗഖ്യത്തിന്റെ ഒച്ചയാണ്, നിന്റെ മനസമാധാനത്തിന്റെ ഒച്ചയാണ് ദൈവത്തിന്റെ കാലൊച്ച. നിന്റെ സ്വാന്തനത്തിന്റെ ഒച്ചയാണ് ഈ തോട്ടത്തിൽ യജമാനന്റെ കാലൊച്ച. എന്ന് ഇവർ വ്യവസ്ഥ ലംഘിച്ചോ അന്ന് കെരൂബിനെ വാളുകൊണ്ട് നിർത്തി. ഇപ്പൊ കാലൊച്ചയല്ല തോട്ടത്തിൽ കേൾക്കുന്നത്, വാളിന്റെ ഒച്ചയാ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ കാരണം കാലൊച്ച കേട്ട തോട്ടത്തിൽ വാളൊച്ച വരല്ലേ. വാളൊച്ച ന്യായവിധിയുടെ ഒച്ചയാണ്. വാളൊച്ച രക്തം ചൊരിയപ്പെടുന്ന ഇടമാണ്. വാളൊച്ച നിന്റെ വേദനയുടെ ഒച്ചയാണ്. സഭയാകുന്ന തോട്ടത്തിൽ എൻ്റെ യജമാനൻ വാളുകൊണ്ട് പ്രവേശിക്കരുതേ. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ആദാം തനിയെ ആയിരുന്നപ്പോൾ ദൈവം ഒരാളെ പോലും ആദാമിനെ കൂട്ടു നിർത്തിയില്ല. ഹവ്വ കൂടെ വന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതം തുടങ്ങിയതല്ലയോ, ഒരു ദൂതനെ നോക്കാൻ നിർത്താം എന്ന് ദൈവം ചിന്തിച്ചില്ല. എപ്പോൾ ഇവർ വ്യവസ്ഥ ലംഘിച്ചു പുറത്തു പോയോ അപ്പോൾ ഒരു കെരൂബിനെ നിർത്തി. അതിനർത്ഥം ആദമിനെ തനിയെ ആക്കിയപ്പോൾ ദൈവം ആദമിനെ അത്ര കണ്ട് വിശ്വസിച്ചിരുന്നു എന്നല്ലേ. ഹവ്വ കൂടെ വന്നപ്പോൾ ആദമിനെ ഹവ്വയെയും തോട്ടത്തെ പ്രതി ദൈവം അത്ര കണ്ട് വിശ്വസിച്ചിരുന്നു എന്നല്ലേ. എപ്പോൾ ഇവർ വ്യവസ്ഥ ലംഘിച്ചു പുറത്തു പോയോ അപ്പോൾ ദൈവം കെരൂബിനെ നിർത്തി. ദൈവത്തിന് അവന്റെ മേലുള്ള വിശ്വാസം പോയി എന്നല്ലേ. നമ്മെ ദൈവം ഈ തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്നത് തോട്ടത്തെ പ്രതി നമ്മെ വിശ്വസിച്ചാണ്. ഈ തോട്ടത്തിന്റെ ഭംഗി കൂട്ടുന്നതേ നിന്റെ ആത്മീയതയിൽ ഉണ്ടാവൂ എന്ന് കണ്ടാണ്. അങ്ങനെ ഭംഗി കൂട്ടാൻ ഈ തോട്ടത്തിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം വചന ശുശ്രൂഷയ്ക്കായി ഒരുക്കി തന്ന കർത്തൃത്വനും സഭയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.